നമസ്കാരം. താരസംഘടനയായ അമ്മയെ പിടിച്ചുലയ്ക്കുന്ന ആഭ്യന്തര തർക്കങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നടി അൻസിബ ഹസൻ വീണ്ടും രംഗത്ത്. മുൻപ് ഉന്നയിച്ച ഗുരുതരമായ വ്യക്തിഹത്യ വർഗീയ ആക്ഷേപങ്ങൾക്ക് പുറമെ സംഘടനയ്ക്കുള്ളിൽ തനിക്കെതിരെ വലിയ രീതിയിലുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് താരം തുറന്നടിച്ചു. സംഘടനയിൽ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് വ്യക്തമാക്കിയ അൻസിബ അമ്മയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടിയന്തരമായി പിരിച്ചുവിടണമെന്നും നടൻ ടിനി ടോമിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നും ശക്തമായി ആവശ്യപ്പെട്ടു. സിനിമയിലെ തന്റെ കരിയർ തകർക്കപ്പെടുമെന്ന ഭയം കൊണ്ടാണ് ഇത്രയും കാലം ദ്രോഹങ്ങൾ സഹിച്ചതും തുറന്നു പറയാതിരുന്നതെന്നും താരം വ്യക്തമാക്കി. സംഘടനയിലെ ഒരു എക്സിക്യൂട്ടീവ് അംഗം തനിക്കെതിരെ നൽകിയ വ്യാജ പരാതിയെ തുടർന്ന് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറോളമാണ് താൻ കടുത്ത ഹരാസ്മെന്റ് നേരിട്ടെന്ന് അൻസിബ വെളിപ്പെടുത്തി. തന്നെ പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. തന്നെ എന്തിനാണ് ഇത്തരത്തിൽ വേട്ടയാടിയതെന്ന് ഇപ്പോഴും അറിയില്ല. സ്റ്റേഷൻ കേസിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന സംഘടനയിൽ ആവശ്യപ്പെട്ടപ്പോൾ ഇതിലൊന്നും സംഘടനയ്ക്കൊന്നും ചെയ്യാനില്ലെന്നാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞത്. ഇതുപോലത്തെ ഊളക്കേസുകളൊന്നും ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞ് ടിനി ടോം തന്നെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. തനിക്കുണ്ടായ ദുരനുഭവം സംഘടനയെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. പരാതി നൽകാൻ താൻ വൈകിയെന്ന പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ വാദം പൂർണ്ണമായും തെറ്റാണ്. തന്റെ രാജിക്കാര്യവും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും അൻസിബ കൂട്ടിച്ചേർത്തു. നിലവിൽ ടിനി ടോമിനെതിരെ നിയമ നടപടികളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും താരം വ്യക്തമാക്കി. തനിക്കെതിരെ മോശമായ അവിഹിത കഥകൾ പടച്ചുവിട്ട് ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ഒപ്പം തന്നെ ഒരു മത തീവ്രവാദിയാക്കാൻ ടിനി ടോം നിരന്തരം ശ്രമിച്ചതുമാണ് തന്നെ ഏറെ വേദനിപ്പിച്ചതെന്ന് അൻസിബ ആവർത്തിച്ചു. ടിനി ടോമിന്റെ സ്വന്തം ഡ്രൈവറെ താൻ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചുവെന്നാണ് അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു വരുത്തുന്നത്. തന്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് മാത്രമാണ് ഇത്തരം വർഗീയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനു പുറമെ നടി നീന കുറുപ്പിനെ ടിനി ടോം വൃത്തികെട്ട രീതിയിൽ തെറിവിളിക്കുകയും അടിക്കാൻ കൈയോങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ടിനിക്കെതിരെ നീന കുറുപ്പ് അമ്മ പ്രസിഡന്റിനും സെക്രട്ടറിക്കും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. പല വിഷയങ്ങളിലും താൻ ധാർമ്മികതയുടെ പക്ഷം പിടിച്ച് എതിരഭിപ്രായം പ്രകടിപ്പിച്ചതാണ് ഈ വേട്ടയാടലുകൾക്ക് കാരണം. മതപരമായി തന്നെക്കുറിച്ച് ഇത്തരം നീചമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരോടൊപ്പമാണ് താൻ ഇത്രയും കാലം ഇരുന്നതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ അറപ്പ് തോന്നുകയാണെന്നും അൻസിബ വൈകാരികമായി പ്രതികരിച്ചു. അതേസമയം അൻസിബയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ടിനി ടോമും താരസംഘടനയുടെ പുതിയ ഭരണസമിതിയും രംഗത്ത് വന്നത്. താൻ കഴിഞ്ഞ 10 വർഷമായി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും ആരോടും മോശമായി പെരുമാറിയിട്ടില്ലെന്ന് ടിനി ടോം ആവർത്തിച്ചു. താൻ പറഞ്ഞതായി മറ്റാരോ വഴികേട്ട കാര്യങ്ങളാണ് അൻസിബ ഉന്നയിക്കുന്നത്. നേരിട്ട് കേൾക്കാത്ത കാര്യങ്ങൾ പറയരുത്. താൻ ഒരു ഷോമാൻ അല്ലെന്നും തുറന്ന പുസ്തകമാണെന്നും പറഞ്ഞ ടിനി പരാതിക്ക് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നും തനിക്കെതിരെയുള്ള പരാതിയെക്കുറിച്ച് ഔദ്യോഗികമായി അറിഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കി. നടി പ്രിയങ്കയും ടിനിക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി. തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കാൻ അനുവദിക്കില്ലെന്നും പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല സംഘടനയ്ക്കുള്ളിലാണ് തീർക്കേണ്ടതെന്നും അവർ ഓർമ്മിപ്പിച്ചു. സംഘടനയുടെ ക്യാമ്പ് നടക്കുന്ന ദിവസം തന്നെ മാധ്യമങ്ങളിലൂടെ അൻസിബ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് വളരെ ആസൂത്രിതമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ. ഇരുവരും തമ്മിലുള്ളത് തികച്ചും വ്യക്തിപരമായ പ്രശ്നങ്ങളാണെന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ മാത്രമാണ് അൻസിബയുടെ മെയിൽ പരാതി ലഭിച്ചതെന്നും ശ്വേത പറഞ്ഞു. അൻസിബയുടെ വെളിപ്പെടുത്തലുകളിൽ സംഘടനയ്ക്കുള്ളിൽ അടിയന്തരമായ വ്യക്തത വേണമെന്ന ആവശ്യം മറ്റു താരങ്ങൾക്കിടയിലും ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ഇതിനിടെ ടിനി ടോമിനെതിരെ ഗുരുതരമായ വർഗീയ വ്യക്തിഹത്യ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയ അൻസിബയുടെ നീക്കത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയും ആസൂത്രണവും ഉണ്ടെന്ന് സംശയിക്കുന്നുവെന്നായിരുന്നു അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ നേരത്തെ പരസ്യമായി പ്രതികരിച്ചത്. കൊച്ചിയിൽ സംഘടനയുടെ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും നടക്കുന്ന ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരമൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നായിരുന്നു ശ്വേത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്.